എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിത് മഞ്ഞപ്പാടം തപ്പി ഇറങ്ങിയതാണ്. പക്ഷേ എത്തി നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഞ്ഞപ്പാടത്ത് വന്നു, മഞ്ഞപ്പാടം കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു കുതിരയുണ്ട് ഇവിടെ, വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരു 8 കുതിരകളുണ്ട്. അപ്പോൾ ആ ഒരു കുതിരയുടെ അടുത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കണ്ടിട്ട് അങ്ങ് പോവാണ്. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ ബാക്കിയുള്ള 7 കുതിരേനെ കൂടി കാണാം. അതെ, ഫുള്ള് ഏകദേശം 4 കുതിരേനെ ഞങ്ങൾ കണ്ടു. നമ്മൾ ആ ഒരു സൈഡിലേക്കാണ് കുതിരകളൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ റോഡിലൂടെയാണ് നമ്മൾ വന്നത്. നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് ആയിരുന്നു അല്ലേ? പിന്നെ വണ്ടിയുടെ അടിയൊക്കെ തട്ടി സീസണിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന റോഡാണ്. സീസണിൽ മാത്രം ഓപ്പൺ ആകും, ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ. അപ്പം മഞ്ഞപ്പാടത്ത് വന്ന് നമ്മളൊരു ചായയൊക്കെ കുടിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പം നമ്മൾ ഒരു പാർക്കിലെത്തിയിരിക്കുന്നത്, പാർക്കിങ്ങിൽ എത്തിക്കുകയാണ്. പാർക്കിംഗ് മീൻസ് നമ്മുടെ ആ വൈറ്റ് ഹോഴ്സിൻ്റെ അടുത്തേക്കുള്ള. അതെ, ഇവിടെ മൊത്തം ഇത് കണ്ടോ, അവിടെ ഉണ്ട്, അങ്ങ് അവിടെ ഒരുപാടുണ്ട്. അതല്ല, എല്ലാവരും മഞ്ഞപ്പാടത്ത് പോയി ഫോട്ടോ എടുത്തു, നമുക്ക് എന്താ പറ്റാത്തത് അല്ലേ? മമ്മി ഫ്ലാസ്കിലൊക്കെ ചായ ആക്കി കൊണ്ടുവന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ മറ്റേ ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതും വേണ്ടെന്ന് വിചാരിച്ചു. ഇവർക്ക് ഭയങ്കര മടി. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. പപ്സ് എന്തെങ്കിലും മിന്നുവിൻ്റെ സ്പെഷ്യൽ പപ്സ് ആട്ടോ ഇന്നത്. കാണിച്ചോളൂ ഇത് ഇച്ചിരി തുറന്നു പോയ പപ്സ, ബാക്കി ഇവിടുത്തെ പപ്സ് അടിയിൽ തണുത്തു പോയല്ലേ? ചായ തണുത്തു പോയി. ഇതിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിനകത്തിട്ട് ഇത് ആവിച്ച് ഇതാവുന്നു. സാരമില്ല, ഭയങ്കര ക്രിസ്പി ആയിരുന്നു അത്. അതെ, അത് മറ്റേ പേപ്പറിൽ ഇതായിട്ട് കൊണ്ടുവന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് നോക്കിയേ, അടിപൊളി പപ്സ് ആട്ടോ. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പപ്സ് ആണ്. കഴിക്ക്, എന്നിട്ടല്ല അടിപൊളി എന്ന് പറയുമ്പോൾ. സൂപ്പർ. നല്ല മസാല ഒക്കെ ഇട്ട് സെറ്റാണ്. ഇതേ മുട്ടയൊക്കെ. ഇത് ഉള്ളി എന്താ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? അതിപ്പോ ഉള്ളിനോട് ചോദിക്കേണ്ടി വരും. പക്ഷെ അടിപൊളി രസമുണ്ടോ? ഞാൻ തിന്നട്ടെ. ചുക്കുന്ന് പറഞ്ഞ വെക്കാം. നമ്മൾ കുതിരേനെ തപ്പി വന്ന് നമുക്ക് ഇതേ ഒറിജിനൽ കുതിരേനെ കിട്ടിയിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ? എങ്ങനെയുണ്ട് കുതിര? ഇതൊരു സ്പെഷ്യൽ കുതിരയാണ് കേട്ടോ. അത് നോർമൽ കുതിര അല്ലേ ഇത്? ഇതുണ്ടോ, ഈ കാണുന്ന കുതിരകളെ കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നേ. നോക്കിയേ, ഇങ്ങനെ ഓരോരോ കുതിരകളുണ്ട്. അതിനകത്ത് ഇപ്പം ഈ കാണാൻ വന്നിരിക്കുന്ന കുതിര എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു അല്ലേ? അതാണോ മമ്മിക്ക് എവിടെ അറിയുന്നല്ലേ? എന്നാ രസമാണെന്നറിയാം കുതിരേനൊക്കെ കാണാനായിട്ട്. അതിന്റെ കാലിൽ കണ്ടോ, കാലിലും തലയിലും വാലിലും എല്ലാം ഫുള്ളല്ല അടിപൊളി. ഇതാ ചാടി വരാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ഇതിൽ ഈ കാണുന്ന ഈ ചെറുത് ഇതില് ഇവരുടെ ഏറ്റവും ഇളയതാന്ന് തോന്നുന്നു, കുഞ്ഞാന്ന് തോന്നുന്നു. രണ്ടെണ്ണം നല്ല രസമുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മള് മറ്റേ വൈറ്റ് ഹോഴ്സിന്റെ ഇത് കാണാൻ വന്നിട്ട് നമുക്ക് ഒറിജിനൽ കുതിരേനെ കാണാൻ പറ്റി. എല്ലാരും വിചാരിക്കും ഇവർ ഇതുവരെ കുതിരേനെ കണ്ടിട്ടില്ല. നമ്മുടെ പറച്ചിലിട്ടിട്ടല്ലേ ചേ. ഒരു സ്നേഹിക്കും അങ്ങോട്ട്. ഇതിലേറ്റവും വലുത് ഇതാ, ഈ നിക്കുന്ന ഏറ്റവും വലുത് ഇവൻ. അത് മധുരെല്ലാം പൊളിച്ചു തരാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്കെന്നാണേലേ അങ്ങ് ദൂരെല്ലാം മഞ്ഞപ്പാടം കാണുന്നുണ്ട് കണ്ടോ. അതേപോലെ തന്നെ അങ്ങ് അവിടെ ഒരു മഞ്ഞപ്പാടം കാണുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഒടുവിൽ ദേ നമ്മൾ അങ്ങനെ ആ മഞ്ഞപ്പാടം അടുത്ത് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി അത് അങ്ങ് അവിടെ ഉണ്ട്. അങ്ങ് അത് അവിടെ ഉണ്ട്. അവിടെ പോയി നമുക്ക് എടുക്കാം ഫോട്ടോ. കണ്ടോ, അതിൽ ആൾക്കാർ നടക്കുന്നതൊക്കെ നമുക്ക് നശിപ്പിക്കരുത് ഒരു കാരണവശാലും. അകത്ത് കയറാൻ പാടില്ലെന്നാണ്. ഇവിടെ ഇരുന്ന് നല്ല എന്ത് രസമാണ് നോക്കിയാൽ. അമ്മോ, കുറേ ദൂരം നടന്ന് ഞങ്ങൾ ഒടുവിൽ ഇതാ മഞ്ഞപ്പാടത്തേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കാരണവശാലും പറിച്ചേക്കല്ലേ കേട്ടോ. എങ്ങനെയുണ്ടാമി മഞ്ഞപ്പാടം? എന്ത് രസമല്ലേ? ഇത് കടുക് പോലെ തന്നെ. പക്ഷെ വേറെ കാര്യമുണ്ട്, അടിയിൽ വല്ല ഇതുണ്ടോ? ഇത് അങ്ങനെ ഞങ്ങളുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു മഞ്ഞപ്പാടത്ത് വരണമെന്ന്. അതെന്തായാലും ഇത് സാധിച്ചു. അടിപൊളിയായിട്ടാണ് സാധിച്ചു. കണ്ടോ, ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്ന പോലെ കേട്ടോ ഇവിടെ അല്ലേ? കറക്റ്റ്
വണ്ടി കയറ്റാൻ പറ്റില്ല എന്നുള്ളത് കണ്ടോ, നമുക്ക് ഇങ്ങനെ കയറാം. ആക്ച്വലി നമ്മൾ പെർമിഷൻ ചോദിച്ചു കേട്ടോ. ഇവിടെ ആൾക്കാരുണ്ട്, ആ കുതിരയുടെ അടുത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു അവർ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറിക്കാതിരുന്നാൽ മതി, പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ വേണം നടന്ന് നമുക്ക് ദൂരം അങ്ങതുണ്ടോ, അവിടെയൊക്കെ എത്രയാകുന്നുണ്ടോ. എന്ത് രസമല്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ആമി നമ്മുടെ ഈ മഞ്ഞപ്പാടം? ഇഷ്ടായോ ആമിക്ക്? ആമിക്ക് ഇഷ്ടായോ? വാ പറിക്കണ്ട. ആമിക്ക് ഇഷ്ടായോ അടി? ആമി നല്ല രസമുണ്ടോ? ഈ ഫ്ലവറിന്റെ കളർ എന്നാ അടി? കളർ എന്നാ? യെല്ലോ ആണോ? എന്നെ മിടിക്കാട്ടോ എന്റെ കുഞ്ഞ്. ഇത് യെല്ലോ ആണോ? അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റാപ്സി തോട്ടത്തിൽ വരാൻ പറ്റിയില്ലായിരുന്നു. അതായത് ഇത്തവണ ഞാനും പപ്പയും ലാലിപ്പയും ജെസിയും എല്ലാരും വന്നു അല്ലേ ആമി? ആമി ഓടാനാണ്. ആമി ഇതിലെ ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ടോ. ഇത് കണ്ടോ, ഇതിലൊക്കെ ഓടാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ഹാപ്പി. ഇതുവരെ നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ വന്നത് ഒരു വെർത്തായി. എപ്പോഴെങ്കിലും റോഡ് ട്രിപ്പൊക്കെ പോകുന്ന വഴിയിൽ എപ്പോഴും ഇത് കാണും കേട്ടോ. ഞങ്ങൾ വ്ളോഗ് കാണുന്നവർക്കറിയാം ഞങ്ങൾ കാണിച്ചു തന്നെ. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് സൈഡിലൊന്നും ഒതുക്കി ഒന്ന് കാണാൻ പറ്റൂല, ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് പക്ഷെ നോക്കിയേ, ഇത്തവണ എന്താണേലും അയ്യോ അടിപൊളിയായി. നമുക്കിങ്ങനെ സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. ആക്ച്വലി നമ്മൾ സിനിമാറ്റിക് ഷോട്ട് ഒന്നും എടുത്തില്ലല്ലോ. ആണോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ എടുക്കാണ്ടിരുന്ന സാധനം എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എനിക്ക് എടുക്കാൻ അറിയത്തില്ല. എനിക്ക് അറിയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാ പോവാ അല്ലേ? അങ്ങനെ മഞ്ഞപ്പാടം തേടി വന്ന് നമുക്ക് മഞ്ഞപ്പാടം തന്നെ കിട്ടി. പിന്നെ നമ്മൾ പിന്നെ രണ്ടാമത്തെ നമ്മളെ ഇതായിരുന്നു ആ കുതിരേനെ കാണുന്നത്. പക്ഷെ കുതിര എവിടെയാ ഉള്ളത്? എവിടെ? ഓക്കെ, ആ ചെരുവിലാ കുതിര ഉള്ളത്. അപ്പൊ നമുക്ക് കുതിരേനെ കൂടെ കണ്ടിട്ട് പോവാട്ടോ. അതിന്റെ പേരേതാന്ന് നോക്കി നോക്കണേ. 8 കുതിരയുണ്ട്. 8 കുതിരയ്ക്ക് ഓരോരോ പേരുണ്ട്. ആ പേരും കൂടെ നോക്കി 7 ദിവസം അങ്ങാണ്ട് വേണം നമ്മൾ ഹൈക്ക് ചെയ്ത് മൊത്തം കാണാൻ. 90 മൈലിന്റെ ഒരു ഇതാണിത്. ഇത് നോക്കിയാൽ നമ്മളിപ്പോ വൈറ്റ് ഹോഴ്സിനെ കാണാനായിട്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ആട്ടോ നടക്കുന്നത്. എന്ത് രസമാണെന്ന് അറിയാവോ ഈ ഒരു റോഡ് കാണാനായിട്ട്. സ്വർഗത്തിലൂടെ നടക്കുന്ന പോലെ ഇല്ല ഇത്? ഇതൊക്കെ സിനിമയിൽ കണ്ടേക്കുന്ന പോലെ തോന്നില്ലേ? നല്ല ഭംഗിയുണ്ട്. എന്ത് രസമാ നോക്കി. സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്ത് തന്നെ മാത്രം നല്ല നല്ല സ്പോട്ടുകളുണ്ടല്ലേ കാണാനൊക്കെ. ഈ സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് അങ്ങതെ അവിടെ കാണുന്നത് നമ്മൾ വന്നിട്ടുള്ളൂ. ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയതാ. പിന്നെ വേണ്ടെന്ന് ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടില്ല. എങ്ങനെയുണ്ടടി? രസമല്ലേ? ഇവിടുന്ന് ഇങ്ങനെ സൂര്യന്റെ വെട്ടം ഞാൻ കാണിച്ചു തരാവേ. വീഡിയോയിലൂടെ എന്തുമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ലേ? ഇത് നോക്കിയേ, അവരിങ്ങനെ പോകുന്ന രസമില്ലേ? അങ്ങനെ നമ്മളിപ്പോ നിക്കുന്നത് ആ വൈറ്റ് ഹോഴ്സിന്റെ മുകളിലാട്ടോ. വൈറ്റ് ഹോഴ്സിന്റെ മുകളിൽ കയറിയിട്ടാ കൊറേ നാളുകൾ എപ്പോഴും ഞങ്ങൾ ഈ താഴെക്കൂടി വണ്ടിയിൽ പോകുമ്പോ ഞങ്ങൾ വിചാരിക്കും ഇവിടെ എപ്പോഴെങ്കിലും വരണം എന്ന്. വെള്ള കളറ് അല്ലേ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. അല്ല എന്താ രസമെന്നറിയാം ഇവിടുന്ന് താഴോട്ട് കാണാനായിട്ട്. ആക്ച്വലി നമുക്ക് ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഒന്നും അങ്ങനെ തിരിയൊന്നുമില്ല. അത് ആ താഴെ കൂടെ പോകുമ്പോൾ നമുക്കിത് കറക്റ്റ് തിരിയും. അതെ, അടിപൊളി. എന്നാ വ്യൂ ആന്ന് നോക്കിയാൽ നിങ്ങളൊന്ന്. നമ്മളൊരു കടൽ തീരത്തൊക്കെ പോയിരുന്ന് സൺസെറ്റ് കാണുന്ന പോലെ ഉണ്ട് ഇവിടെ. എന്താ കണ്ട, എല്ലാരും എൻജോയ് ചെയ്യുവാണ്. നല്ല തണുപ്പായി കേട്ടോ. സമയം ആക്ച്വലി ഇപ്പം രാത്രി 8 മണിയായി. പക്ഷെ ഇവിടെ ഇപ്പൊ സൺസെറ്റ് ഒക്കെ വൈകിട്ടായതുകൊണ്ട് എപ്പോഴും വെട്ടമുണ്ട്. ദേ ആമി അടിപൊളി. അതെ, നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു വരണം കാണണം എന്നൊക്കെ അല്ലേ. ഇതുണ്ട്, ഇതാണ് കുതിരയുടെ തല കേട്ടാ. ഇവിടെയാണ് വൈറ്റ് ഹോഴ്സിന്റെ തല വരുന്നത്. എന്താ അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സൺസെറ്റ് കാണാൻ വേണ്ടി ഇവരാരും നിൽക്കുന്നില്ല. ഇവർക്കൊക്കെ തണുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇത് നോക്കിയാ ഈ ഒറ്റ ഷർട്ട് ഇട്ടിട്ട് വന്ന എനിക്ക് തണുക്കുന്നില്ലേ?
ഇവർക്കൊക്കെ ഒടുക്കത്തെ തണുപ്പാന്ന് പറയുന്നത്. എനിക്കധികം തണുക്കുന്നില്ല. നാളെ പനി പിടിച്ച് കിടക്കുമായിരിക്കും. എന്തോ ഐ ലവ് യു ആമി, ഐ ലവ് യു. പപ്പ കുറച്ച് കുതിരച്ചാണകം എടുത്ത് നമ്മുടെ ചെടിക്കിടാം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഹാക്പൻ ഹിൽ വൈറ്റ് ഹോഴ്സിലാണ് കേട്ടോ. അത് ഈ 8 വൈറ്റ് ഹോഴ്സിൽ 5ാമത്തെയാണ്. ഓക്കെ, ഇതിലായി 5ാമത്തേലാണ് നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ മാപ്പ് ഉള്ളത്. നമ്മൾ ഇവിടെയാ ഉള്ളത്. ഇതിങ്ങനെ നടന്നല്ല സൈക്കിളിലോ പറ്റുള്ളൂ ഈ റൂട്ട്. ഇതിലെ കാറ് പോകത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ മണ്ട റൂട്ട്. അത് പോവാന്നല്ലേ? 4ാമത്തെ അപ്പൊ അവിടെ അടുത്താണ്. ഇത് കണ്ടോ, ആ 4ാമത്തേത് ഇതുവഴി പോണം അല്ലേ? ഇത് ഈ റോഡ് നേരെ പോണം. പക്ഷെ ഇതിപ്പോ ക്ലോസ് ആട്ടോ. ഇതെപ്പോഴാ തുറക്കുക? ഇത് ഓപ്പൺ ആണോ? ക്ലോസ് ചെയ്തിട്ടേക്കോ. ക്ലോസ് ചെയ്തിട്ടേക്കോ.